അടിസ്ഥാന സൗകര്യങ്ങളുടെ നവീകരണം, മികച്ച കണക്ടിവിറ്റി, കുറഞ്ഞ യാത്രാസമയം എന്നിവയിലൂടെ സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. 23,000-ലധികം കിലോമീറ്റർ ട്രാക്കാണ് കഴിഞ്ഞ കുറച്ചു വർഷത്തിനിടെ നവീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ സെമി ഹൈസ്പീഡ് ട്രെയിനായ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇതിനോടകം തന്നെ ജനപ്രിയമായിട്ടുണ്ട്. 2026ഓടെ സൂറത്തിനും ബിലിമോറയ്ക്കുമിടയിൽ അതിവേഗ റെയിൽ ഇടനാഴി പ്രവർത്തനം ആരംഭിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. റെയിൽവേയുടെ ഈ മുന്നേറ്റത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഹൈപ്പർലൂപ്പ് പദ്ധതി. IIT മദ്രാസിലാണ് ഹൈപ്പർലൂപ്പ് പദ്ധതിയുടെ സാങ്കേതിക വിദ്യാ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. റോഡ്, റെയിൽ, വ്യോമ, ജലഗതാഗതം എന്നിവയ്ക്ക് ശേഷം 5ാമത്തെ ഗതാഗത മാർഗമായാണ് ഹൈപ്പർലൂപ്പ് അറിയപ്പെടുന്നത്. റോഡും റെയിലും ആകാശവും കടന്ന് അതിവേഗത്തിൽ ഒരു കുഴൽ യാത്ര എന്ന് 2013 എലോൺ മസ്ക് അവതരിപ്പിച്ച ഈ ആശയത്തെ വിശേഷിപ്പിക്കാം. ആദ്യ ഹൈപ്പർലൂപ്പ് പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയാണ് ഇന്ത്യ. IIT മദ്രാസിന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ സാങ്കേതിക വിദ്യ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇന്ത്യയിൽ നിർമ്മിച്ച 410 മീറ്റർ നീളമുള്ള ഹൈപ്പർലൂപ്പ് ടെസ്റ്റ് ട്യൂബ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതാണ്. കഴിഞ്ഞ ദിവസം IIT മദ്രാസിലെത്തി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പദ്ധതിയുടെ പുരോഗതി നേരിട്ട് വിലയിരുത്തി. ഹൈപ്പർലൂപ്പ് ഗതാഗതത്തിനായുള്ള മുഴുവൻ സംവിധാനവും തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് വികസിപ്പിച്ചെടുക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. ഹൈപ്പർലൂപ്പ് പദ്ധതിക്കായുള്ള ഇലക്ട്രോണിക്സ് ഘടനാ സാങ്കേതിക വിദ്യ ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ വികസിപ്പിക്കുമെന്ന പ്രഖ്യാപനവും സന്ദർശനത്തിനിടെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് നടത്തി. ഹൈപ്പർലൂപ്പ് ഗതാഗതത്തിന്റെ ഭാഗമാകാൻ അതിവേഗം തയ്യാറെടുക്കുകയാണ് രാജ്യം. ഹൈപ്പർലൂപ്പ് പദ്ധതിക്ക് IIT മദ്രാസിന് റെയിൽവേ മന്ത്രാലയം ധനസാങ്കേതിക സഹായവും നൽകി വരുന്നുണ്ട്. കൂടാതെ ഈ ഹൈപ്പർലൂപ്പ് പ്രോജക്റ്റിനായുള്ള എല്ലാ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയും ചെന്നൈയിലെ ICF-ൽ വികസിപ്പിക്കും. വന്ദേ ഭാരത് അതിവേഗ ട്രെയിനുകൾക്കായി ഇലക്ട്രോണിക് സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്ത ICF ഫാക്ടറി അതിന്റെ വൈദഗ്ധ്യം ഇതിനോടകം തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഹൈപ്പർലൂപ്പ് പദ്ധതിക്കായുള്ള പരിശ്രമങ്ങൾക്ക് ചെന്നൈ IIT-യിലെ യുവ ഇന്നൊവേറ്റർമാരുടെ സംഘത്തെ അശ്വിനി വൈഷ്ണവ് അഭിനന്ദിച്ചു. IIT മദ്രാസ് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഊർജ്ജസ്വലതയാൽ നിറഞ്ഞിരിക്കുകയാണെന്നാണ് കേന്ദ്രമന്ത്രി വിശേഷിപ്പിച്ചത്. പദ്ധതിക്കായുള്ള പരിശ്രമങ്ങൾ രാജ്യത്തെയും ജനങ്ങളെയും സ്റ്റാർട്ടപ്പുകളെയും സാങ്കേതിക വിദ്യാരംഗത്തെയും നയിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. Be very focused on the quality, focused on safety, focused on how do we scale up this entire experiment once we do the prototypes and everything. So keep that ultimate goal in mind. Try to be as much out of the lab as you can so that the lab environment is very safe environment, right? But the outside environment will really test us in a big way. കഴിഞ്ഞ 7 വർഷമായി ഹൈപ്പർലൂപ്പ് ഗവേഷണത്തിൽ മുൻപന്തിയിലാണ് IIT മദ്രാസ്. ഈ മേഖലയ്ക്ക് ഗണ്യമായ സംഭാവനകൾ സ്ഥാപനം നൽകി വരുന്നു. ഡിസ്കവറി ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന ഏറ്റവും ദൈർഘ്യമേറിയ പ്രവർത്തനക്ഷമമായ ഹൈപ്പർലൂപ്പ് ടെസ്റ്റ് ട്യൂബും ട്രാക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിനുണ്ട്. ഹൈപ്പർലൂപ്പ് ആവാസ വ്യവസ്ഥയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെ ഈ നേട്ടം അടിവരയിടുന്നു. റെയിൽവേ മന്ത്രാലയത്തിന്റെ പിന്തുണയോടെ ഏഷ്യയിലെ ആദ്യത്തെ ആഗോള ഹൈപ്പർലൂപ്പ് മത്സരവും ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്തിടെ നടത്തി. വായുമർദ്ദം കുറഞ്ഞ കുഴലിലൂടെ മണിക്കൂറിൽ 1000 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാവുന്ന സാങ്കേതിക വിദ്യയാണ് ഹൈപ്പർലൂപ്പ്. മാഗ്നറ്റിക് ലെവിറ്റേഷൻ അഥവാ മാഗ്ലെവ് എന്ന സാങ്കേതിക വിദ്യയനുസരിച്ചാണ് ഹൈപ്പർലൂപ്പ് പ്രവർത്തിക്കുക. വായു വലിച്ചെടുത്ത ശേഷം മർദ്ദം കുറഞ്ഞ ഈ കുഴലിൽ സ്റ്റീൽ ട്യൂബുകൾ സ്ഥാപിക്കും. ശേഷം കുറഞ്ഞ മർദ്ദത്തിലുള്ള വായു നിറഞ്ഞ ട്യൂബിലൂടെ കാന്തിക ബലത്തിന്റെ സഹായത്തിൽ സഞ്ചാരികളുള്ള പേടകം മുന്നോട്ട് തള്ളുന്നു. വിമാനത്തേക്കാൾ ഇരട്ടി വേഗത്തിലുള്ള യാത്രയാണ് ഹൈപ്പർലൂപ്പ് സംവിധാനത്തിലൂടെ യാഥാർത്ഥ്യമാവുക. ഇന്ത്യൻ റെയിൽവേയും IIT മദ്രാസിന്റെ ആവിഷ്കാർ ഹൈപ്പർലൂപ്പും IIT സ്റ്റാർട്ടപ്പ് ട്യൂട്ടർ എന്ന ഹൈപ്പർലൂപ്പും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 2017 IIT മദ്രാസ് ഹൈപ്പർലൂപ്പ് പരീക്ഷണങ്ങൾക്കായി ആവിഷ്കാർ ഹൈപ്പർലൂപ്പ് എന്ന പേരിൽ
70 വിദ്യാർത്ഥികളടങ്ങിയ സംഘം രൂപീകരിക്കുന്നത്. ഹൈപ്പർലൂപ്പ് വാണിജ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി 2022 ട്യൂട്ടർ എന്ന സ്റ്റാർട്ടപ്പും മദ്രാസ് IIT ആരംഭിച്ചു. ഡീപ് ടെക് ഇൻക്യുബേറ്റഡ് സ്റ്റാർട്ടപ്പായ ട്യൂട്ടർ ഹൈപ്പർലൂപ്പ് ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ ഹൈപ്പർലൂപ്പ് സാങ്കേതികവിദ്യ അധിഷ്ഠിത പദ്ധതി അടുത്ത മാസം ആരംഭിക്കാനൊരുങ്ങുകയാണ്. പദ്ധതി യാഥാർത്ഥ്യമായാൽ ബംഗളൂരുവിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള 350 കിലോമീറ്റർ ദൂരം താണ്ടാൻ വെറും 30 മിനിറ്റ് മതിയാകും. ആത്മനിർഭർ ഭാരത്, വികസിത് ഭാരത് 2047 എന്നിവയിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. 2020 നവംബറിൽ US-ലെ വിർജിൻ കമ്പനി ഹൈപ്പർലൂപ്പ് സംവിധാനത്തിലെ ആദ്യ യാത്രാ പരീക്ഷണം നടത്തിയിരുന്നു. വിർജിൻ ഹൈപ്പർലൂപ്പ് സഹസ്ഥാപകനും ചീഫ് ടെക്നോളജി ഓഫീസറുമായ ജോഷ് ഗീഗൽ, വിർജിൻ ഹൈപ്പർലൂപ്പിലെ പാസഞ്ചർ എക്സ്പീരിയൻസ് ഡയറക്ടർ സാറ ലൂച്ചിയൻ എന്നിവരാണ് ആദ്യമായി ഇതിൽ വിജയകരമായി സഞ്ചരിച്ചത്. ലാസ് വെഗാസിലെ വിർജിൻ ഹൈപ്പർലൂപ്പിന്റെ 500 മീറ്റർ ഡെവ്ലൂപ്പ് ടെസ്റ്റ് സൈറ്റിലായിരുന്നു പരീക്ഷണം. ദിവസങ്ങൾക്ക് ശേഷം വിർജിൻ ഹൈപ്പർലൂപ്പിന്റെ പവർ ഇലക്ട്രോണിക്സ് സ്പെഷ്യലിസ്റ്റും പൂനെ സ്വദേശിയുമായ തനയ് മഞ്ജ്രേക്കർ ഹൈപ്പർലൂപ്പ് യാത്ര നടത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി. ലാസ് വെഗാസിലെ നെവാദ മരുഭൂമിയിലായിരുന്നു പരീക്ഷണയാത്ര. ഇന്ത്യയെ കൂടാതെ ഫ്രാൻസും യൂറോപ്പും സൗദി അറേബ്യയും UAE-യും ഹൈപ്പർലൂപ്പ് പരീക്ഷണങ്ങളിൽ സജീവമായി രംഗത്തുണ്ട്. IIT മദ്രാസിലെ വിദ്യാർത്ഥികളുമായി സംവദിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഉടൻ തന്നെ എല്ലാ മേഖലകളിലും മുൻനിര രാഷ്ട്രമായി മാറുമെന്ന് പറഞ്ഞു. ഹൈപ്പർലൂപ്പ് സംവിധാനത്തിലെ ഇന്ത്യയുടെ മുന്നേറ്റത്തെ മുൻനിർത്തിയായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പരാമർശം. ഭാവി ഗതാഗത സംവിധാനങ്ങൾ സ്വന്തമായുള്ള മുൻനിര രാജ്യമായി ഇന്ത്യ മുന്നേറുകയാണ്.